ഒടുവിൽ പ്രദേശവാസികൾ തന്നെ മുന്നിട്ടിറങ്ങി. പ്രദേശത്തെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ ആരംഭിച്ചു. അഴുകിത്തുടങ്ങിയ കോഴി വേസ്റ്റ് ആയിരുന്നു അതിൽ കൂടുതലും. അതിലൊരു വലിയ ചാക്കുകെട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ നിന്നും വല്ലാത്ത ദുർഗന്ധവും വരുന്നുണ്ടായിരുന്നു. തുറക്കാൻ അറപ്പ് തോന്നിയെങ്കിലും എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ആ കെട്ടവർ അഴിച്ചു നോക്കി. കണ്ടവരെല്ലാം ഭയന്നുപോയി. ചാക്കിനുള്ളിൽ ശരീരഭാഗങ്ങൾ അറ്റുപോയൊരു മനുഷ്യന്റെ മൃതദേഹമായിരുന്നു അത്. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. ഇതിന് തൊട്ടടുത്താണ് ചാലിയാറിന്റെ പോഷക നദിയായ ഇരവഴിഞ്ഞിപ്പുഴ ഒഴുകുന്നത്. പുഴയിൽ നിന്നും 55 കിലോമീറ്റർ അകലെയാണ് മുക്കം എന്ന പ്രദേശവും. പോലീസ് ഒന്ന് ഉറപ്പിച്ചു, നേരത്തെ കിട്ടിയ കൈപ്പത്തികളും ശരീരവും ഒരാളുടേത് തന്നെ. ലഭ്യമായ ശാസ്ത്രീയ തെളിവുകളും അത് ശരിവെച്ചു. പക്ഷേ കൊല്ലപ്പെട്ടത് ആരാണെന്ന് മാത്രം പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ചാലിയം കടപ്പുറത്ത് നിന്ന് വീണ്ടും അസ്വാഭാവികമായ ഒരു വാർത്ത പുറത്തു വന്നു. കടപ്പുറത്ത് കുറച്ച് കുട്ടികൾ കളിക്കുന്നതിനിടയിൽ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ എന്തോ ഒന്ന് അവരുടെ കണ്ണിലുടക്കി. കൂട്ടത്തിലുണ്ടായിരുന്ന ഇർഫാൻ എന്ന കുട്ടി ബോൾ എടുക്കുന്നതിനിടയിലാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ അതിൽ സൂക്ഷിച്ചൊന്ന് നോക്കി. മണലിൽ പൂഴ്ന്നു കിടക്കുന്ന ഒരു മനുഷ്യ തലയൊട്ടി. വീട്ടിലെത്തി അമ്മയോടാണ് അവൻ ആ വിവരം ആദ്യം പറഞ്ഞത്. പക്ഷെ അവർ അത് കാര്യമായി എടുത്തില്ല. പിന്നീട് സ്കൂളിലെത്തി അവൻ തന്റെ കൂട്ടുകാരോടും ഈ വിവരം അറിയിച്ചു. ഈ കൂട്ടത്തിൽ ഒരു കുട്ടി ഈ വിവരം പൊതുപ്രവർത്തകനായ തന്റെ അച്ഛനെ അറിയിച്ചു. അയാൾ നേരെ എത്തിയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ പാതി വഴിക്ക് മുടങ്ങിക്കിടക്കുന്ന കേസിനെ പൂർണ്ണതയിലെത്തിക്കുന്ന സുപ്രധാന തെളിവാണ് പോലീസിന് ലഭ്യമായത്.